ദേ ഈ കണ്ടില്ലേ, ഇത് അവരുടെ സ്ഥിരം കലാപരിപാടിയാണ്. കുറച്ചുകൂടെ വ്യക്തമായി പറയുവാണെങ്കിൽ 2003 വേൾഡ് കപ്പിൽ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മാച്ച് നമ്മുടെ ഷോയിബ് അക്തർ വന്നിട്ട് പറയുവാണ്, സച്ചിന്റെ വിക്കറ്റ് ഞാൻ തുടക്കത്തിലേ എടുക്കും, ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെല്ലാം എറിഞ്ഞു പുറത്താക്കും എന്നൊക്കെ മത്സരത്തിന് മുമ്പ് വീമ്പ് പറഞ്ഞു വന്ന ഷോയിബ് അക്തർ ആ മത്സരത്തിൽ 10 ഓവറിൽ നിന്ന് 72 റൺസാണ് വഴങ്ങിയത്. അതിൽ സച്ചിന്റെ ഇന്നിങ്സ് ആയ മത്സരത്തിൽ പറയുവാണെങ്കിൽ ഒരു ഐക്കോണിക് ഇന്നിങ്സ് ആണ്. 90s കിഡ്സിന് മറക്കാൻ പറ്റാത്ത ഇന്നിങ്സ്. 75 പന്തുകളിൽ 98 റൺസ്, 130 സ്ട്രൈക്ക് റേറ്റ് എന്ന് ആലോചിക്കണം. ഇനി രണ്ടാമത്തെ ഇൻസിഡന്റ്, ഇത് നടക്കുന്നത് 2011 വേൾഡ് കപ്പിലാണ്. ഉമർ ഗുൽ ഇതുപോലൊരു വീമ്പ് പറച്ചിലേക്ക് എത്തി. അത് വീരേന്ദ്ര സെവാഗിന്റെ വിക്കറ്റ്. വീരേന്ദ്ര സെവാഗ് ആ വേൾഡ് കപ്പിൽ തുടക്കത്തിലെ ആദ്യ ഓവറുകളിലെ ആദ്യ പന്തുകളിലെ ബൗണ്ടറി അടിച്ച് ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്ന വീരേന്ദ്ര സെവാഗിനെ പുറത്താക്കും, ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെല്ലാം പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ് വീമ്പ് പറഞ്ഞ് ഉമർ ഗുൽ എത്തി. പിന്നെ എന്താ നടന്നത്? 8 ഓവർ 69 റൺസാണ് ഉമർ ഗുൽ ആ മത്സരത്തിൽ കൊടുത്തത്. അതിൽ പവർ പ്ലേയിൽ വീരേന്ദ്ര സെവാഗ് എടുത്തിട്ട് ടപ്പേ എന്ന് പറഞ്ഞിട്ടാണ് ബൗണ്ടറീസ് അടിച്ച് 20 റൺസിന് മേളിൽ ഒരു ഓവറിൽ അടിച്ചത്. നിങ്ങൾ ഇന്നും ആ മാച്ചിന്റെ ഫേസ് ബൈ ഫേസ് പരിശോധിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, വീരേന്ദ്ര സെവാഗ് അന്ന് പവർ പ്ലേയിൽ അടിച്ച ആ റൺസിന്റെ ബലത്തിലാണ് ഇന്ത്യ സെമി ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിക്കുന്നത്. അപ്പം ഇതവരുടെ സ്ഥിരം കലാപരിപാടിയാണ്. ഇനി വരും മത്സരങ്ങളിലും നമുക്ക് ഇതൊക്കെ തന്നെ പ്രതീക്ഷിക്കാം.